ദേശീയ ശ്രദ്ധയാകർഷിച്ച തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. ആ നഗരസഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ മേയറും ഡെപ്യൂട്ടി മേയറും തെരഞ്ഞെടുപ്പുകളാണ് ഈ കഴിഞ്ഞുപോയത്. ഇന്ന് രാവിലെ മേയർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നു. വി രാജേഷിനെ മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. GS ആശാനാഥ്, BJPയുടെ കരിമം വാർഡിൽ നിന്ന് വിജയിച്ച GS ആശാനാഥാണ് തിരുവനന്തപുരത്തെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത 5 വർഷത്തേക്ക് തിരുവനന്തപുരത്തെ മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥുമാണ്. വളരെ വലിയ ഉജ്ജ്വല വിജയത്തോടുകൂടി കഴിഞ്ഞ 3 തവണ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയറായിരിക്കുന്നത് GS ആശാനാഥ്. വളരെ BJP സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. കഴിഞ്ഞ 40 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണം മാറി അവിടെ BJP ഭരണത്തിലേക്ക് കയറി BJP നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിൽ. വലിയ ഒരു സന്തോഷമാണ്. അത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ശ്രദ്ധയാർജിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. അടുത്ത 45 ദിവസത്തിനകം, ഇനി 32 ദിവസമേ ഉള്ളൂ, 13 ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഇനി അടുത്ത 32 ദിവസത്തിനകം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തെത്തി അടുത്ത BJPയുടെ 5 വർഷത്തെ വികസന നയരേഖ പ്രഖ്യാപിക്കും. അതോടൊപ്പം തന്നെ അതിന് തിരുവനന്തപുരത്തെ പൗരന്മാരുടെ ഉൾപ്പെടെ പങ്കാളിത്തത്തോടു കൂടി തയ്യാറാക്കുന്ന ഒരു പ്രകടന പത്രിക, പൗരന്മാരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി എന്ന് പറയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കപ്പെട്ട സ്ഥാനാർത്ഥികളല്ല, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളല്ല. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ പൗരന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രകടന പത്രിക, ഒരു തെരഞ്ഞെടുപ്പ് നയരേഖയാണ് ഇവിടെ പ്രധാനമന്ത്രി വന്ന് പ്രഖ്യാപിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ഭരണമാണ്. അത്തരത്തിൽ വലിയ ആകാംക്ഷയോടും അത്യധികം സന്തോഷത്തോടു കൂടിയുമാണ് നഗരസഭ ഈ ഭരണത്തെ വരവേൽക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ് നഗരസഭയിൽ നമുക്ക് ആഗമനം കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷവും വലിയ പിന്തുണ കൊടുക്കാമെന്ന രീതിയിൽ പ്രതിപക്ഷവും വലിയ പിന്തുണയാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട മേയറിനും ഡെപ്യൂട്ടി മേയറിനും കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഈ നഗരസഭ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. മുൻവർഷത്തെ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തി, മുൻവർഷത്തുണ്ടായ വിഷയങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നല്ല രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കും എന്ന ഉറപ്പാണ് വി രാജേഷിൽ നിന്നും ആശാനാഥിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് GS എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജനാധിപത്യ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ച് എന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ഡെപ്യൂട്ടി മേയറായി തിരഞ്ഞെടുത്ത എന്റെ പ്രിയ സഹ കൗൺസിലർമാർക്കും എന്റെ വിജയത്തിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എന്റെ സഹപ്രവർത്തകർക്കും എന്നെ ഈ ഉദ്യമം ഏൽപ്പിച്ച എന്റെ പാർട്ടി നേതൃത്വത്തോടും എന്നെ നവമാധ്യമങ്ങളിലൂടെ എന്നെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്ത മാധ്യമ സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മുടെ മേയർ സൂചിപ്പിച്ച പോലെ തന്നെ
101 വാർഡുകളെയും ഒന്നായി കണ്ട് ഒരുപോലെ കണ്ട് എല്ലാ വാർഡുകളും ഒരുപോലെയുള്ള വികസനം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം നിങ്ങളൊരാളായി ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നു. നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായ ഒരേ മനസ്സോടുകൂടി വികസന അനന്തപുരിക്കായി ഒത്തുചേരാം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു.